മുതലാളിത്തത്തിന്റെ അധികാരങ്ങളുടെ അമരസ്ഥാനത്തിരിക്കുന്നവരുടെ വിചാരം തങ്ങളുടെ സിംഹാസനങ്ങൾ എത്രയോ ഉന്നതമാണെന്നാണ്. അല്ലാഹുവിന്റെ സിംഹാസനമല്ലാതെ ഈ ലോകത്തേത് സിംഹാസനത്തിനാണ് നിലനിൽപ്പുള്ളത്? ഈ പാഠം നിങ്ങൾ പഠിച്ചോ? പാവം മനുഷ്യരെ മാനം കെടുത്തുന്നവരാരോ അവരൊക്കെ മാനം കെടേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ അപമാനത്തിലേക്ക്, അവർ അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തേണ്ടവരാണ്. മാനം മര്യാദക്ക് ജീവിക്കുന്ന രാജ്യങ്ങളെ ചെന്ന് തകർക്കുകയും ആ രാജ്യങ്ങളുടെ ഭരണാധികാരിയെ മാനം കെടുത്തുകയും അവിടുത്തെ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറി അവന്റെ മുഖത്ത് തുപ്പുകയും ചെയ്യുന്ന ഏകാധിപതി ഇന്നല്ലെങ്കിൽ നാളെ പാഠം പഠിക്കേണ്ടതാണ്. അത് ഫിർഔന്റെ പാഠമാണ്, അത് ഖാറൂന്റെ പാഠമാണ്, അത് ഹാമാനെ കണ്ട, നമ്രൂദിനെ കണ്ട, ഫിർഔനെ കണ്ട, അബൂജഹലിനെ, ഉത്ബത്തിനെ, ശൈബത്തിനെ, എത്രയെത്ര അധികാരികൾ, എത്രയെത്ര ഉന്നതന്മാരെന്ന് അവകാശപ്പെട്ടവർ എല്ലാവരും നിലകൊണ്ട ഈ ഭൂമി ഒരേകാധിപതിക്ക് വേണ്ടിയും ആകാശം പിന്നെ കരഞ്ഞിട്ടില്ല. പക്ഷേ പഠിക്കേണ്ട പാഠം എല്ലാവർക്കും പഠിക്കാനൊരവസരമാണ്. സദ്ദാമിനോട് ചെയ്തതൊരു മനുഷ്യനോടും ചെയ്യാൻ പാടില്ലാത്ത കടുത്ത മഹാപാതകം. പക്ഷേ നിസ്സഹായനായിട്ടൊരു മനുഷ്യൻ ഇരിക്കുന്ന രംഗമൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം അണ്ണാക്കിൽ ഇഞ്ചക്ഷൻ കയറ്റിയിട്ട് രക്തമെടുത്തിട്ട് നീ തന്നെയോ സദ്ദാം എന്ന് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥ താൻ ഭരിച്ച നാട്ടിൽ തനിക്കുണ്ടായത്. എത്ര പെട്ടെന്നാണ് രാവ് പകലാകുന്നത്, എത്ര പെട്ടെന്നാണ് പകല് രാവാകുന്നത്. അല്ലാഹുവിന്റെ ആധിപത്യമാണ്. അങ്ങനെ ഈ ലോകത്ത് മർദ്ദിതരും പാവപ്പെട്ടവരും കഷ്ടപ്പെടുമ്പോൾ മർദ്ദിതർക്ക് നീതി കൊടുക്കുന്ന ഒരു തമ്പുരാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു നീതി ഈ ലോകത്ത് നിർവഹിക്കപ്പെടും. അതിൽ യാതൊരുവിധ സംശയത്തിനും അവകാശമില്ല. ഏകാധിപത്യങ്ങൾ തകരും, ഏകധ്രുവാധിപത്യങ്ങളും തകരും, ഏകധ്രുവാധിപത്യത്തിന്റെ സാമ്രാജ്യത്വങ്ങളും തകരും. ഒരു സാമ്രാജ്യത്വത്തിനും ഈ ലോകത്ത് നിലനിൽപ്പില്ല. ഏറ്റവും വലിയ ആഭ്യന്തര സംഘർഷത്തിലേക്ക് പോവുക ഈ അധിനിവേശം നടത്തിയ ആളുകളാണ്. അവരുടെ സംഘർഷത്തിന്റെ ദിനങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ അവർ മാനം മര്യാദക്ക് ജീവിക്കുന്നവന്റെ നെഞ്ചത്ത് ചവിട്ടിയവരാണ്. മനുഷ്യനെ അപമാനിച്ചവരൊന്നും ഈ ലോകത്ത് വിജയം കണ്ടിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനെ അല്ലാഹു ബഹുമാനിച്ചതാണ്. ലഖദ് കറംനാ ബനീ ആദം, മനുഷ്യ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു.